ഇന്ത്യൻ പ്രസിഡന്റിന്റെ ദ്രൗപദി മുർമു കേരള സന്ദർശനം ശബരിമലയിൽ പോയി. നിങ്ങൾ കണ്ടു കാണും, വീഡിയോയിലും ടി വി ചാനലിലൊക്കെ കണ്ടു കാണും. അവർ വന്ന ഹെലികോപ്റ്റർ ചോപ്പർ അവിടെ പെട്ടെന്ന് അന്ന് തന്നെ രാവിലെ ഉണ്ടാക്കിയ കോൺക്രീറ്റിൻ്റെ അകത്ത് താഴ്ന്നു പോകുന്നത്. എന്നിട്ട് പോലീസുകാരും ഫയർഫോഴ്സുകാരും അത് തള്ളി മുമ്പോട്ട് മാറ്റുന്നത്. എന്നിട്ട് അതിനെപ്പറ്റി ഒരു പമ്പര വിഡ്ഢിയായ ജനീഷ് കുമാർ എന്ന് പറഞ്ഞ തേർഡ് റേറ്റഡ് MLA അയാൾ പറഞ്ഞു, കോൺക്രീറ്റ് ഉറച്ച് താഴ്ന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെയുള്ള വിഡ്ഢികളാണ് നമ്മുടെ ജനപ്രതിനിധികൾ പോലും. അവന് പോലും അറിയത്തില്ല എന്തുമായി കൊണ്ടുവന്ന്. അതാണ് അതിൻ്റെ പ്രശ്നം. എന്നാൽ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക. ഇനി ഞാൻ അതിൻ്റെ യഥാർത്ഥ വശത്തിലോട്ട് ഈ സെക്യൂരിറ്റി ആസ്പെക്ട്സും പ്രോട്ടോകോൾ ഇതിലോട്ട് പോകാം. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടോകോൾ ഹൈ റാങ്കിങ് VVIP ആണ് ഇന്ത്യൻ പ്രസിഡന്റ്. അതിനുശേഷം വൈസ് പ്രസിഡന്റ്, പിന്നീട് സ്പീക്കർ, അതിനുശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നത്. ഇങ്ങനെയാണ് പോകുന്നത് പ്രോട്ടോകോൾ. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ വരുന്നു, തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നു. നമുക്കറിയാവുന്ന വസ്തുതയാണ്, അവർ ചോപ്പറിലാണ്, ഹെലികോപ്റ്ററിലാണ് ശബരിമലയിലോട്ട് പോകുന്നത്, നിലയ്ക്കൽ പോകുന്നു. അപ്പൊ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഹോസ്റ്റാണ്. അവർക്കാണ് അതിൻ്റെ മുഴുവനും ഉത്തരവാദിത്വം. അതിൻ്റെ പേരിൽ കേരളത്തിലെ പോലീസിലെ ADGP റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനും സീനിയർ ഒരു IAS ഓഫീസറും അവിടുത്തെ കലക്ടറും അവർക്കാണ് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം. കാരണം കേരളത്തിൻ്റെ ദേവസ്വം ബോർഡ് മിനിസ്റ്ററും ഈ പറയുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കാരണം എസ്കോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഇതിൻ്റെ എനിക്കറിയാവുന്ന ധാരണ പറഞ്ഞുതരാം. അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലത്തോട്ട് പോകുമ്പോഴേ, ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വരുമോ, അപ്പോൾ ഫ്ലൈറ്റിൽ വരുമെന്ന് വിചാരിച്ചോളൂ. ആ സമയത്ത് കൊച്ചി എയർപോർട്ടും ക്ലിയർ ചെയ്ത് വെക്കും. കാരണം എന്ത്, ഇൻ കേസ് തിരുവനന്തപുരം എയർപോർട്ടിൽ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയും മറ്റു പല അന്തരീക്ഷം, പല പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അപ്പോൾ ഓൾറെഡി അത് സൈമൾട്ടേനിയസ് ആയിട്ട് കൊച്ചി എയർപോർട്ടും തയ്യാറാക്കി നിർത്തും ആ സമയത്തെ. ഇത് ഇന്ത്യ എന്നല്ല, ഗ്ലോബലായിട്ടുള്ള ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിലോട്ട് വരുന്നു. ഇപ്പം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ജയ്പൂർ എയർപോർട്ടും ചണ്ഡീഗഡ് എയർപോർട്ടും അത് തയ്യാറാക്കി നിർത്തും. ഇൻ കേസ് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പോയി ലാൻഡ് ചെയ്യും. ഇതാണ് പൊതുവെയുള്ള എനിക്കറിയാവുന്ന കാര്യം. അപ്പം ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ വരുമ്പോൾ, അതായത് ക്ലൈമറ്റിനെ പറ്റി, കാരണം കേരളത്തിലാണ് വരുന്നത്, ഈ പറയുന്ന ശബരിമല വനപ്രദേശത്താണ്, മഴയുണ്ട്. ഒരു കോമൺ സെൻസ് ആണ് ബേസിക്കലി. അതായത് നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാം, അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. കാരണം പെട്ടെന്ന് കയറി ഒന്നുമല്ല. അവിടെ പറ്റിയില്ല, നിലയ്ക്കൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ള 1-2 സ്ഥലങ്ങൾ നേരത്തെ ഉദ്ദേശിച്ച് അത് തയ്യാറാക്കി നിർത്തും. ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ്. അതല്ല അന്ന് രാവിലെ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനല്ല ഇത് ചെയ്യുന്നത്. അപ്പം ആരുടെയാണ് പാളിച്ച? ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാം. അത് ഒന്നാമത്തെ തെറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ, അതായത് പോലീസിൻ്റെ അല്ല, കേരളം ഭരിക്കുന്നവരുടെ തെറ്റാ. അതായത് പോലീസ് മാത്രമൊന്നുമല്ല, കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം, അതിൻ്റെ ഫെയിലിയർ. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം പ്രസിഡന്റ് പോകുന്നു, പ്രധാനമന്ത്രി പോകുന്നു, അതിനു മുമ്പ് അവർക്ക് സെക്യൂരിറ്റി എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. അതിനകത്തുള്ള ആൾക്കാർ പോയി സ്ഥലം വിസിറ്റ് ചെയ്യുന്നു, ഈ സ്ഥലം നോക്കുന്നു, ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ സെൻട്രൽ ഇൻ്റലിജൻസും എല്ലാം കൂടെ ചേർന്നൊരു വിങ്ങാത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെങ്കിലും പോകുമ്പോഴൊക്കെ ഇവർ നേരത്തെ പോയി ഇതെല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ അവരും ഇതിനകത്ത് തയ്യാറെടുത്തില്ല. ആലോചിച്ച് നോക്ക്, ആരുടെയാണ് തെറ്റ്? അതായത് നമ്മൾ കൂട്ടമായി ചെയ്തൊരു വലിയൊരു പാതകമാണ്. ഇതാണ് വലിയ തെറ്റെന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് പോകുന്നതിന് മുമ്പ് ഹോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം, ഈ പറയുന്ന ADGP ആണെങ്കിലും കലക്ടർ, ഇവർക്കെതിരെ നടപടിയെടുക്കണം, ശക്തമായി സസ്പെൻഡ് ചെയ്യണം. ഇത് ചെറിയ സംഭവമൊന്നുമല്ല. എന്നിട്ടത് പൊതഞ്ഞു പോകുന്നു. ഇൻ കേസ് അത് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പൈലറ്റ്, അപ്പം എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഇത് പൊതയുന്നു എന്നത് അയാളുടെ പെട്ടെന്ന് മനസ്സിലായി എടുക്കാൻ നോക്കുമ്പോഴുള്ള സ്ഥിതി ആലോചിച്ചിട്ടുണ്ടോ? അപകടമായി. ഇനി ആ പൊതയുന്ന സമയത്ത് ഈ ലീഫ് കറങ്ങി
ഈ തറയിലോ മറ്റൊരിടത്ത് ഇടിച്ചു കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറാണ് ഇത്. ആ സംഭവത്തിൽ ഞാൻ പറയും, ഇതൊക്കെ നമുക്ക് പല യൂട്യൂബിലും വീഡിയോയിലും ഈ പറയുന്ന മിലിറ്ററി സംഭവത്തിലൊക്കെ കാണാൻ സാധിക്കുന്ന, അതായത് എയർക്രാഫ്റ്റ് കരിയറിൽ ചോപ്പർ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പൊ ഇത് മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പം ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. അത് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റിയില്ല കേരള ഗവൺമെന്റിന്. സത്യം പറഞ്ഞ കേരള മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. കാരണം പോലീസ് അയാളുടെ കയ്യിലാണ്. മറ്റുള്ള ഇപ്പൊ റവന്യൂ ആണെങ്കിലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാര് എല്ലാത്തിന്റെ ഹെഡ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. പുള്ളിയാണ് ഇതിന്റെ എക്സാക്ട് മറുപടി പറഞ്ഞ് എന്താണ് സംഭവിച്ചത്. അതായത് ഈ പോലീസ് സംവിധാനവും അതേപോലെ നമ്മുടെ റവന്യൂ ഡിവിഷൻ അവർക്കൊരു പുല്ലും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരൊന്നും ഇത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് എന്ത് ചെയ്യണമെന്ന് പോലും ധരിച്ചില്ല. ഏതായാലും അവിടുത്തെ വെതറിനെ പറ്റിയും കാലാവസ്ഥയെ പറ്റിയും മഴയെ പറ്റിയും ഉറപ്പായിട്ട് കേരള അഡ്മിനിസ്ട്രേഷൻ മുഴുവനും ഫീഡ്ബാക്ക് കൊടുത്ത് കാണും. അതായത് ഇതാണ് ടെമ്പറേച്ചർ, ഇതാണ് അവിടുത്തെ ഇതാണ് കാലാവസ്ഥ, അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇപ്പം ഇന്നലെ ഉണ്ടായ മഴയൊന്നുമല്ല, 3, 4, 5 ദിവസം ഇനി കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട്. പലയിടത്തും ഓറഞ്ച് അലേർട്ടാണ്, പലയിടത്തും റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം അറിയാം. ഇതാണ് അലംഭാവം എന്ന് പറയുന്നത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞ സംഭവം. ഒരാലോചിച്ച് നോക്ക്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സഞ്ചരിച്ച് ലാൻഡ് ചെയ്ത ആ ചോപ്പർ ആൾക്കാർ തള്ളിക്കൊണ്ട് പോകുന്നൊരു സ്ഥിതി. ഈ ഗ്ലോബലായിട്ടൊക്കെ നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു, 2ാം സ്ഥാനത്ത് വരുന്നു, 3ാം സ്ഥാനത്ത് പോകുന്നു. ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനാണ് ഇതുണ്ടായേക്കുന്നത്. ഇതിവിടെ സാധാരണക്കാരൻ്റെ ഇഷ്യൂ എന്തുവാ? ഭയങ്കര നാണക്കേട് ഈ സംഭവം. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി ഭരിക്കുന്ന തലത്തിലുണ്ടായ ഏറ്റവും വലിയ പരാജയം. ഇതിനകത്ത് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത്, അപ്പം അതിനകത്ത് ഉദ്യോഗസ്ഥരെയും അതിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അവരും ഇതിനകത്ത് കൂട്ടുപ്രതികളാണ്. കാരണം അവർക്കൊരു അതിനുവേണ്ടി എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്, സെക്യൂരിറ്റി കമ്മിറ്റിയുണ്ട്, ഈ പറയുന്ന നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഈ പറയുന്ന എവിടെയാണ് ലാൻഡ് ചെയ്യുന്ന അവിടുത്തെ പ്രദേശം പോയി കാണുക, അഡീഷണൽ ആയിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഹ്യൂജ് സാലറി ഒക്കെ മേടിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ ഉത്തരവാദിത്വം അവിടെ പോയി. ഇത് സ്റ്റേറ്റിനെ മാത്രം തള്ളിക്കളയാൻ പറ്റത്തില്ല, അവരുടെ കൂടെ ഉത്തരവാദിത്വമാണ്. പിന്നെ സെൻട്രൽ ഇൻ്റലിജൻസ് അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞുകൂടായി, അങ്ങനല്ല ഇതിങ്ങനെയാണ്. ഏതായാലും ഒരു കാര്യം പറയാം, നാണക്കേടായിപ്പോയി. നാണക്കേട് എന്നല്ല, ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. കേരള DGP പറഞ്ഞ പൂർണ്ണമായ അടിസ്ഥാനരഹിതമാണ്. ഇത് വലിയൊരു സെക്യൂരിറ്റി ലാപ്സ് തന്നെയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കേരളത്തിൽ വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇതിനെപ്പറ്റി കർശനമായ നടപടിയെടുത്താൽ മാത്രമേ ഫ്യൂച്ചറിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഭരിക്കുന്നവർക്കും ഇതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കി അവർ പിന്നീട് പ്രവർത്തിക്കുകയുള്ളൂ.